വലിയ വിഷയം. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഏതോ കുടുംബത്തിൽ ജനിച്ച പെണ്ണിന്റെ ബാപ്പായോട് കൊള്ളക്കാരനെ പോലെ കാശ് സ്ത്രീധനമായിട്ട് വാങ്ങി. ആ സ്ത്രീധന പൈസക്ക് അരി വാങ്ങി ബിരിയാണി വെച്ച് നാട്ടുകാരായ ആയിരങ്ങളെ വിളിപ്പിച്ച് അതിൽ പള്ളിയിലെ ഖത്തീബും പെട്ടു, കമ്മിറ്റി പ്രസിഡന്റ് പെട്ടു, സെക്രട്ടറി പെട്ടു, മുസ്ലിയാര് പെട്ടു, ആദ്യാര് പെട്ടു, നേതാവ് പെട്ടു, MLA പെട്ടു, MP പെട്ടു. ഏതോ കുടുംബത്തിന്റെ പാവപ്പെട്ട പെണ്ണിന്റെ ബാപ്പ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ കാശ് സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് കൊള്ളക്കാരനെ പോലെ തട്ടിയെടുത്ത് അതിന് ബിരിയാണി വെച്ചിട്ട് മാലോകരെത്തിക്കുമ്പോൾ ഈറ്റിക്കുന്നവരെക്കാൾ അപകടകാരികൾ ഒരു ഉളുപ്പുമില്ലാതെ പോയിട്ട് തിന്നുന്നവരാണെന്ന് മനസ്സിലാക്കണം. തീറ്റിക്കുന്നവരെല്ലാം അപകടകാരികൾ, തിന്നുന്നവർ. ഉളുപ്പില്ലാതെ കല്യാണ വീട്ടിൽ പോയിട്ട് വാരി വലിച്ചു തിന്നുന്നവർ, ഉളുപ്പില്ലാതെ കിട്ടിയതെല്ലാം തിന്നുക എന്നുള്ള സ്വഭാവം 4 കാലും 1 വാലും ഉള്ള ജീവിയുടെ സ്വഭാവമാണ്. അതിന്റെ പരിഭാഷ മനസ്സിലാവും. കല്യാണത്തിന്റെ പേരിൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ അനുവദിച്ചു തന്ന ഭക്ഷണം ഏതാ? കല്യാണം സുന്നത്താണെന്ന് പറഞ്ഞ പ്രവാചകൻ, അന്നിക്കാഹു മിൻ സുന്നത്തി, വിവാഹം എന്റെ സുന്നത്താണെന്ന് പറഞ്ഞ പ്രവാചകൻ ആ വിവാഹത്തിന് ഉണ്ടാക്കേണ്ട ഭക്ഷണത്തെ പറ്റിയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഭക്ഷണം മാത്രമേ വിവാഹത്തിന്റെ പേരിൽ അനുവദിക്കപ്പെടുകയുള്ളൂ, അല്ലാത്ത ചോറ് വിജയത്തിന്റെ ചോറാണ്. കല്യാണത്തിന്റെ തലേന്ന് പോയിട്ട് കല്യാണ വീട്ടിൽ നിന്ന് തിന്നുന്ന ചോറ് വിജയത്തിന്റെ ചോറാണ്. നാം എന്ത് ചെയ്യും? കല്യാണത്തിന്റെ പേരും പറഞ്ഞിട്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കാശും വാങ്ങിക്കൊണ്ടുവന്ന് പന്തല് കെട്ടി 4-5 നേരം ചോറ് വെച്ച് വിളമ്പിയപ്പോൾ നാട്ടിലെ മാന്യന്മാര് പോയിട്ട് വെറുതെ ഏത് ചോറ്? എനിക്ക് അനുവദിക്കാത്ത ചോറ്, എനിക്ക് അല്ലാണ്ടിടത്തിൽ അനുവദിച്ചു തന്നിട്ടില്ലാത്ത ഭക്ഷണമാണ്. നാളെ നടക്കുന്ന കല്യാണത്തിന് മൈലാഞ്ചി എന്നും പറഞ്ഞു ഇന്ന് രാത്രി പോയിട്ട് നീ തിന്നില്ലേ? ഏത് ചോറ്? എനിക്ക് അനുവാദമില്ലാത്ത ചോറ്. ആ ചോറ് ഏതാ പൈസ എന്നറിയോ? ഏതോ തറവാട്ടിലെ പെണ്ണിന്റെ ബാപ്പാനെ ഭീഷണിപ്പെടുത്തി സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട് കൊള്ളക്കാരനെ പോലെ വാങ്ങിയ പൈസക്കുള്ള ചോറാ. ആ ചോറ്റിന് ഒരു പിടി ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ ഒരു പക്ഷേ ആ ചോറിന്റെ ആളായ പെണ്ണിന്റെ ബാപ്പാന്റെ രക്തത്തിന്റെ ഗ്രൂപ്പ് മനസ്സിലാവും. ഈ ചോറ് ലാബിൽ കൊണ്ടുപോയാൽ മതി. ഈ കല്യാണം കഴിക്കുന്ന ചെക്കന്റെ വീട്ടിൽ നിന്നിട്ടുന്ന ചോറില്ലേ, ആ ചോറ് ഒരു പിടി ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ പെണ്ണിന്റെ ബാപ്പാന്റെ രക്തഗ്രൂപ്പ് മനസ്സിലാവും. എന്ന് വെച്ചാൽ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഈ ചെക്കന്റെ വീട്ടിൽ പോയി നീങ്ങുന്ന ചോറ് ഏതോ പെണ്ണിന്റെ ബാപ്പാന്റെ രക്തമാണ്. അത് നീ ഒരു ദിവസം